ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് പ്രിയയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. സോ ആദ്യം തന്നെ പ്രിയ നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രിയയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങണം എന്നാണ്. സോ ആദ്യം എല്ലാവരുടെയും കോസ്റ്റ്യൂം റിവ്യൂ ആൻഡ് ദെൻ ലെറ്റ് സെലിബ്രേറ്റ് ദ ബർത്ത്ഡേ ടുഗദർ. അപ്പൊ ലെഫ്റ്റിലേക്ക് ഒന്ന് നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇത് എന്റെ ഗിഫ്റ്റ് അല്ല, ഒരു സബ്സ്ക്രൈബർ പ്രിയയ്ക്ക് വേണ്ടി ഹോട്ടലിൽ വന്ന് കൊടുത്ത ഗിഫ്റ്റ് ആണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അൺകണ്ടീഷണൽ ലവ്. അതെ, ഇനി എന്താ പരിപാടി? നാളെ നമുക്ക് പൊളിക്കാം. നാളെ ഞാൻ ഒരു കിഡിലൻ സർപ്രൈസ് വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാ. വേദുവിനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. ഓ, അവിടെ ഇരുന്ന് കേക്കുവോ കേട്ടാ. ഒരു കിഡിലൻ സർപ്രൈസ് ഉണ്ട്. പക്ഷേ ഒബ്വിയസ്ലി അതായിരിക്കുമല്ലോ. കൊറേ കാലം, ഏകദേശം ഒരു വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങിത്തരും. ആ, അതങ്ങനെയാ. അത് നാളെ കാണുമ്പോ അറിയാം. ഒരു വർഷം, എക്സാക്ട്ലി ഒരു വർഷമായി കാണും. അതുകൊണ്ട് ഇടയ്ക്ക് വഴക്കാവാറുണ്ട് നമ്മള്. ഫുഡിന്റെ കാര്യം പറഞ്ഞ് നാളെ തരാം. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഇന്നൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. നാളെ ഫുഡ് ആവുമ്പോ അതാണ് മെയിൻ സർപ്രൈസ്. ഇന്നൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. കണ്ടില്ല ഇതുവരെ കട്ടിലിരിക്കുന്നത്? നോക്ക്. ഇത് ചെറിയ സർപ്രൈസ്. നാളത്തെ സർപ്രൈസ് ആണ് വലിയ സർപ്രൈസ്. എന്താ അത്? മിണ്ടരുത്. ഈ വേദുവാണ് എല്ലാം ഫ്ലോപ്പ് ആക്കുന്നത്. ആ, അതാ നല്ലത്. ഇത് ചെറിയ സർപ്രൈസ് ആണ്. അതാ ആവോ അല്ലേന്ന് അറിയില്ല. ഇതേപോലെ അതൊരു ചെറിയ സർപ്രൈസ് അല്ലേ? നാളെയാണ് ഞാൻ പറഞ്ഞില്ലേ വലിയ സർപ്രൈസ്. പയ്യെ ബോക്സ് പാടിടല്ലേ. പയ്യെ വേദം പെൻ വെച്ച് വരയ്ക്കില്ലേ? അതിനല്ലേ ദോഹയിൽ ഒരു ദിവസം നേരത്തെ വന്നേ. ഹാപ്പി. ഓ മൈ ഗോഡ്, ദോഹയിലൊക്കെ നമുക്ക് ആൾക്കാരില്ല ഇത് റെഡിയാക്കാൻ. അല്ല. അപ്പൊ മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അവന് ഓക്കെ. ശരിക്കും ഒരു സർപ്രൈസ് ആയി പോയിട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് യു ഗിഫ്റ്റഡ് മീ എ വാച്ച്. ഞാൻ ഇപ്പോഴും ഇടാറുണ്ടല്ലോ. ഓ, പിന്നെ അടുത്ത ബർത്ത്ഡേക്ക് വാച്ച് ഇനിയില്ല, ഇനിയേ ഇല്ല. പണയം വെച്ചിട്ടാണ് എന്റെ ഒരു സ്വപ്നം കളഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇതിനിപ്പോ ഞാൻ എപ്പോഴും ഇതന്നെ ഇട്ടിട്ട് നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കി സർപ്രൈസ് ഒക്കെ നാളെ. ഇതിന് മേലെ എന്താ സർപ്രൈസ് നാളെ? ഇതൊരു ചെറിയ സർപ്രൈസ് അല്ല, വലിയ സർപ്രൈസ് നാളെ. ഓക്കെ, അപ്പൊ ബാക്കി നാളെ സെലിബ്രേഷൻ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു കിഡിലൻ സർപ്രൈസ് ഒക്കെ കൊടുത്ത് ഇന്ന് പ്രിയയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. സോ പ്രിയക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അതായിരിക്കും ഇന്നത്തെ ഒരു കോണ്ടന്റ്. ആൻഡ് എല്ലാവരോടും പ്രിയ പ്രത്യേകം പറഞ്ഞെന്താ അറിയോ, കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണം, നന്നായി ഒരുങ്ങണം എന്ന്. സോ പ്രിയ ഭയങ്കരമായിട്ട് കോസ്റ്റ്യൂം ഒക്കെ പ്ലാൻ ചെയ്ത് ആക്സസറൈസ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. വേദൂരി ഞങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഭയങ്കര ഹിപ്പ് ഹോപ്പ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ഡ്രസ് ആയിരിക്കും. ഓക്കെ, സോ ആദ്യമേ കോസ്റ്റ്യൂം റിവീൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇതൊരു ദോഹക്കാരിയെ പോലെ തന്നെ ഉണ്ടല്ലോ.
ഓ ശരി ശരി. പാമ്പിനെ പോലെ വാച്ചിട്ടിട്ട് പാമ്പിനെ പോലെ ഡാൻസ് ചെയ്യണമെന്നൊന്നുമില്ല. പാമ്പിന്റെ പേടിയാണെങ്കിലും പാമ്പിന്റെ വാച്ചിടും ഞാൻ. അപ്പൊ എന്തായാലും ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി ഗോർജിയസ്. ദിസ് ഈസ് ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്. ജ്വല്ലറി നമ്മള് ആക്ച്വലി ഞാൻ നല്ല ഡ്രസ് എടുക്കണം എന്നാ വിചാരിച്ചേ. അപ്പൊ നല്ലതല്ല. അല്ല, ഇത് നല്ല തന്നെയാ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ലഗേജ് കൂടുതലാവൂലേ നമുക്ക്, വെയിറ്റും ഉണ്ട് ആ ഡ്രസ്സിന്. അപ്പൊ ഞാൻ വെച്ച് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ് എടുക്കാം. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. അടിപൊളി, കൊള്ളാല്ലേ? അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രിയക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ആദ്യം പിന്നെ ഉച്ചയ്ക്ക് വെച്ച് ജെഫ്രി പറഞ്ഞ ബിരിയാണി കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോകുന്നുണ്ട്. ഇനി സർപ്രൈസ് ഉണ്ട്. ഇനിയാണ് മെയിൻ സർപ്രൈസ്. അമ്പോ, ഇത് ആരിത്? അമ്മേനെ കാട്ടി സ്റ്റൈലാണല്ലോ മോൻ. അടിപൊളി. യോ കാണിക്കും. യോ ഓ അത്രയൊന്നും വേണ്ട, തെറിച്ചു പോകും കേട്ടാ. ഇപ്പോഴാണ് വേദിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മാറ്റാൻ ഞങ്ങൾക്ക് ഒരു സമയം കിട്ടുന്നത്. മാസ്ക് ഒക്കെ നമുക്ക് ഇടാം. ഓ, ഇതാരുടെ ബർത്ത്ഡേയാ? എന്നോട് ഒരുക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം. ഓ, ഇനി ഒരിക്കലും ഞാൻ പറയില്ല. ഇത് എന്റെ ആണോ ദില്ലുന്റെ ബർത്ത്ഡേ ആണോ? പറയൂ, ഏതുന്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ? ആൾക്കാര് പറയട്ടെ. അത് പിന്നെ ആൾക്കാർ എനിക്ക് അറിയാം എന്തായാലും. ഓ, ദിലു ചേട്ടന്റെ ആണ് ബെസ്റ്റ്. ദിലു ചേട്ടാ ഷൂസ് ആക്ച്വലി അത്ര മാച്ചിങ് അല്ല. പക്ഷെ ജാക്കറ്റ് ആക്ച്വലി സ്പീക്കിംഗ് യോർ ഷേഡ്സ് വളരെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സ്പെയിനിന്ന് പാരീസിലേക്ക് അയച്ച് അവിടെ ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഇറ്റ് സൂട്ട്സ് മീ വെൽ. ഞാൻ ഇട്ടോളാം. എനിക്ക് നന്നായി ചേരുന്നു. എന്റെ ഈ ഡ്രസ്സിന് സൂപ്പർ ആണത്. റോയ് ചേട്ടൻ അരമണിക്കൂറായി താഴെ എനിക്കൊന്ന് തരണം കേട്ടോ വച്ചത്. എന്തൊരു സാധനം നോക്കൂ. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഓഫ് ദി ഡേ ഖത്തർ മ്യൂസിയം ആണ്. ബർത്ത്ഡേ ആയിട്ട് മ്യൂസിയത്തിൽ പോകുന്നത് എന്താന്ന് വിചാരിക്കേണ്ട, കാരണം അത്രയും അടിപൊളി ഒരു സംഭവമാണ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആ ബിൽഡിങ്ങിന്റെ എസ്തെറ്റിക്സ് തന്നെ നോക്ക്. ഏറ്റവും ഒരു മോഡേൺ സ്ട്രക്ചർ പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് പറ്റിയ സ്ഥലമാണ് ഖത്തർ. പാർക്കിങ്ങിൽ നിന്ന് മ്യൂസിയത്തിൽ പോകാൻ ഫ്രീ വണ്ടിയുണ്ട്, ബഗ്ഗി. ഞാൻ കഷ്ടപ്പെട്ട് ഇനിയിപ്പോ ഞാൻ അവിടെ വരെ നടക്കണമല്ലോ. എക്സ്ട്രാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഖത്തർ ദോഹ. വണ്ടി ഉണ്ടല്ലേ? ഓക്കെ, വേറെ ലെവലാണ് കേട്ടോ ഈ ഖത്തറിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ. വേദുവിനെ അവര് തന്നെ ഇരുത്തിയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ അവര് ഇട്ട് കൊടുക്കുന്നു. ഞങ്ങൾ ഇത്രയും പോയിട്ട് ഒരു ബഗ്ഗിയിലും ഇതുവരെ കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും അവരായിട്ടൊന്നും വന്നിട്ടൊന്നും തന്നിട്ടൊന്നുമില്ല. ഖത്തർ സേഫ്റ്റിയുടെ കാര്യത്തിൽ എനിക്ക് നമ്പർ 1 ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സൗകര്യം എല്ലാത്തിലും ഒരു ബിറ്റ് എക്സ്ട്രാ ആണ് അവര്. അമ്മ ടെൻഷൻ എടുപ്പിച്ചു റോയ്ക്കട്ടെ രാവിലെ തന്നെ. പാസ്പോർട്ട് എടുക്കണം, മ്യൂസിയത്തിൽ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല അല്ലേ? ഞങ്ങൾക്ക് റെസിഡന്റിന് വേണ്ട, നോൺ റെസിഡന്റിന് മാത്രം പേ ചെയ്താണ്. എത്രയത്? അത് പെർ പേഴ്സൺ 50 റിയാൽ, 1200 റുപ്പീസ്. ഇതൊരു മോഡേൺ സ്ട്രക്ചറാ നോക്ക് പ്രിയ, അല്ലേ? കഫേയും സുവനീഴ്സ് എല്ലാം ഉണ്ട്. ഒരു ഏലിയൻ ഷിപ്പിനകത്തൊക്കെ കയറിയ പോലെ ഇതേ പോകുന്നുണ്ട് എൻ്റെ അകത്ത്. അത് തിരിച്ചു വരുമ്പോളാ കൊള്ളാലോ. ഇത് കണ്ട, ഇത് രാജാവിന്റെ ഡ്രസ്സും കണ്ടാന്ന് തോന്നുന്നു. പക്ഷെ കൈ തീരെ ചെറുത്. അതിൻ്റെ അകത്ത് എങ്ങനെ കൈ കയറും? ഇത് ഇന്ത്യൻ ആർട്ടിസൻസ് ഉണ്ടാക്കിയതാന്ന്. പ്രിയക്ക് പറ്റിയതാ. പ്രിയയുടെ സ്റ്റൈലാണല്ലോ ഈ ലോഹ പോലത്തെ ഡ്രസ്സ്. അതെ, ഇതുപോലെ. അതെ, മുസ്ലിം ലേഡീസ് ഇടുന്ന മറ്റേ പർദ്ദയുടെ കൂടെ വരുന്ന മാസ്ക് ഇല്ല, അതിന്റെ ഒരു വലിയ വേർഷൻ, സിൽവർ വേർഷൻ, ആർട്ടിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ. അങ്ങനത്തെ ഒരെണ്ണം വാങ്ങി ഇട്ടാ പോരെ. പിന്നെ സൺസ്ക്രീനും വേണ്ട, ഒന്നും വേണ്ട. ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചൈനന്നോ ജപ്പാനെന്നോ വാങ്ങിച്ച് പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒന്നും ലിപ്സ്റ്റിക് വേണ്ട, മേക്കപ്പ് വേണ്ട, ഒന്നും വേണ്ട. മാത്രം കണ്ടാ പോരെ. അതും കൂടെ വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കാം. ഇതൊരു വിഷ്വൽ മീഡിയ എക്സ്പീരിയൻസ് പോലെ കൊള്ളാല്ലേ? നമ്മുടെ മറ്റേ വെർച്വൽ മ്യൂസിയം ഒക്കെ പോലെ ഇല്ലേ? ഒരു വേറെ പ്ലാനറ്റിൽ പോയ ഫീലിംഗ് ആണ്. നോക്ക്, എന്താ ഖത്തറിലുള്ള ആനിമൽസും ബേർഡ്സും എന്ന് അവർ പറയുന്നത്. സ്റ്റിംഗ്, എക്സ്പെഷ്യലി ഖത്തറിന്റെ ഈ വിയേർഡ് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ക്ലൈമറ്റ് കൊണ്ട് സീ ക്രീച്ചേഴ്സ് കുറേ ഉണ്ടെന്ന് പറയുന്നത്. അത് കുറേയൊക്കെ എക്സ്റ്റെൻറ്റ് ആയി. പാമ്പിന്റെ സ്ഥലമാണ് ഖത്തർ, അറിയോ? ഡെസേർട്ടില്
അതുകൊണ്ടാണ് നമ്മൾ ഡെസേർട്ട് സഫാരി നാളെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പോവില്ല. ഇത് കൊള്ളാല്ലേ പ്രിയ? ശരിക്കും ഇതിന്റെ അകത്ത് നിൽക്കുമ്പോ നമുക്ക് മഴയുടെ ഫീൽ വരെ കിട്ടുന്നുണ്ട്. ഇനി വെള്ളം കൂടെ ഒന്ന് വീണായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. മസ്റ്റ് വിസിറ്റ് ആണ് ഖത്തർ മ്യൂസിയം. വിഷ്വലിയും സൗണ്ട് വൈസും അതിന്റെ കൂടെ ഭയങ്കര തണുപ്പും. അതെ. AC എന്തൊരു കൂളിംഗ് ആണ്. ബേതു ബാക്കി പോയി ആ ഓസ്ട്രിച്ചിനെ പോയി തൊട് പോ. ഇത് ഖത്തർ. ഖത്തറിന് നമ്മളിപ്പോ ഉള്ള സ്ഥലം പ്രിയ. അത് ഏത് ഇൻസെക്ടിനെ മുകളിൽ വെക്കുന്നു ആ ഇൻസെക്ടിന്റെ ഡീറ്റെയിൽസ് വരും. മൈക്രോസ്കോപ്പിൽ നോക്കുന്ന പോലെ. വേദു ഇൻസെക്ടിനെ മുകളിൽ വെക്ക്. ആക്ച്വലി പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും കൂടിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേർ മ്യൂസിയത്തിൽ വരില്ലല്ലോ. അതും ഗെയിംസ്. ഇത് കാണുന്ന സാധനത്തിന്റെ ഫോട്ടോ ഇടണം എന്ന് തോന്നുന്നു എൻ്റെ അകത്ത് അല്ലേ? അത് തന്നെ ഉണ്ടല്ലോ പ്രിയ. ഇത് കാണുമ്പോൾ എന്താ തോന്നിയത് അറിയോ? നമ്മുടെ നാട്ടിലൊരു മ്യൂസിയം ഈ ലെവലിൽ തുടങ്ങിയാൽ എന്തോരം കാണിക്കാനുണ്ട് എന്നാലോചിച്ച് നോക്ക്. ഇന്ത്യയുടെ ഒന്നും വേണ്ട, ഒരു കേരളത്തിന് തന്നെ എന്തോരം ഉണ്ട്. അപ്പോൾ ഫുൾ ഇന്ത്യയുടെ ഇങ്ങനത്തെ ഒരു എപ്പിക് മ്യൂസിയം അത് എത്ര കോടി മുടക്കി തുടങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ വേണ്ട, ഹോൾ ഇന്ത്യയുടെ ഒന്ന് വെച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മ്യൂസിയം വിൽ ബി വേൾഡിൽ ഒരു രാജ്യത്തും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത്രയും അടിപൊളിയായി ഹിസ്റ്ററി ഉള്ളതല്ല പിന്നെ. പക്ഷെ ഇത്രയും ലെവലിൽ തുടങ്ങണം അല്ലേ? അതൊരു 1000 കോടി കൊടുത്ത് മ്യൂസിയം തുടങ്ങിയാൽ നമ്മുടെ നാടിനൊരു അസറ്റ് ആയിരിക്കും. താജ്മഹലിനെക്കാളും ബെറ്റർ ആയിരിക്കും. താജ്മഹലിൽ അങ്ങനെ നമുക്ക് ഹിസ്റ്ററി ഒന്നും അറിയാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഒരു ടോംബ് അല്ലേ. പക്ഷെ ഇത് ഹിസ്റ്ററിയൽ മ്യൂസിക്കൽ മ്യൂസിയം. ഇത് ഇവിടുത്തെ മെയിൻ ക്യാമലായിരുന്നല്ലോ ഇവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. സോ അതിന് വേണ്ടിയുള്ള അതിന് ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ആണോ അല്ലേ? അതെ, അത് കൊള്ളാം. കണ്ടോ? പണ്ടത്തെ ആയിരിക്കില്ലേ? പക്ഷെ അല്ല, അന്ന് ഖത്തറൊക്കെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ്. കൈ വെച്ച് കഴിഞ്ഞാൽ ആ സെയിം പാറ്റേൺ അപ്പുറം സൈഡിൽ വരും. മുഖം വെച്ച് കഴിഞ്ഞാൽ മുഖത്തിന്റെ ഫോട്ടോ അപ്പുറം വരും. ഇംപ്രഷൻ. മുഖം തല വെച്ച് കഴിഞ്ഞാൽ തലയൊക്കെ അപ്പുറത്ത് വരും. ആ അതെ, അവര് തല വെക്ക് വെച്ച് നോക്ക്. ഇനി അപ്പുറത്ത് വെച്ചിട്ട് അപ്പുറത്ത് പോയി നോക്ക്. നോക്ക്, ഇവിടെ വെക്കുവാണ്. വെച്ചോ 1 2 3. മങ്കിയുടെ ഫേസ് പോലെ ഉണ്ട്. പിന്നെ ഇതെന്തോന്ന് ഇത് ഫീച്ചേഴ്സ് വരാൻ? ആർട്ടിസ്റ്റാ. ഇത് മൊത്തം ടെന്റ്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നല്ലോ ടെന്റ്. സോ ഇത് ടെന്റ് അടിക്കുന്ന സാധനവും അതിന്റെ ബാക്കിലുള്ള കാർപ്പറ്റും, ഐ മീൻ അടിയിലിടുന്ന കാർപ്പറ്റ്. ഇത് മാത്രം മതി അവർക്കൊരു വീട് പണി. ഇന്നൊക്കെ നമുക്ക് എന്തൊക്കെ വേണം അല്ലേ ഒരു വീട് പണിയാൻ? ആണല്ലേ, താമസിക്കുന്നുണ്ട്. ഓ, കോഫി ടീ ഉണ്ടാക്കാൻ ഇഷ്ടമല്ലേ? ഇത് സ്റ്റൗ ആണ്, ഇതെടുത്ത് അതിലേക്ക് വെക്ക്. ആ കണ്ട പ്രിയ, ഇതില് തീ വന്നു. ചൂടാകുമ്പോ പറയും അതിലേക്ക് ഒഴിക്കരുത്. ബക്കറ്റ് വരുന്നു. വലിക്ക് 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 വലിക്ക്. ഇത് അവരുടെ ട്രാവൽ, നമ്മളെ പോലെ തന്നെയാ. കൊറേ സാധനങ്ങളുണ്ട്. അവരുടെ ട്രാവൽ ബാഗ്സ് ഇത്രയും വലുതല്ലേ. ആ പഴയ അമേരിക്കൻ ടൂറിസ്റ്റ് സാംസണൈറ്റ് ഒക്കെ. റിമൂവാ. വീല് വേണ്ട, നേരെ ഒട്ടകത്തിന് മുകളിൽ വെക്കുക പോവാ. അതെ. കാണുന്ന മൊത്തം വിൻഡോസ് ആണ്, ജനലുകളുടെ പാറ്റേൺസ് ആണ്. ഇതൊക്കെയാണ് ഇവരുടെ ചരിത്രത്തിന്റെ ഭാഗം. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ കാണിക്കണം. ഖത്തറിൽ യുദ്ധം ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. ഇവിടെയൊക്കെ പൊതുവെ അങ്ങനെ നമ്മൾ യുദ്ധമൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. എന്നിട്ടൊരു ബാഹുബലി ലെവലിലെ പ്രൊഡക്ഷനും ഉണ്ട്. ഖത്തറിൻ്റെ ആക്ച്വലി കുറേ കാലത്തെ മെയിൻ ഇൻകം പേൾസ് ആയിരുന്നു. പിന്നെ ഒരു ഡിപ്രഷൻ പോലെ വന്നു, അതിൽ പിന്നെയാണ് അവർ ഡൗൺ ആയി പോയത്. പിന്നെ നാച്ചുറൽ ഗ്യാസ് കണ്ടുപിടിച്ച പിന്നെ ലോകം ഭരിക്കാനുള്ള പൈസയായി. ഇതാണ് അവരെ ലോകത്തിലെ വേറെ ലെവലാക്കിയത്. ഓയിൽ മെഷീൻസ്. ഓ, ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനായിരുന്നു എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ആയിട്ട് ഇവർക്ക് കാണിക്കാനൊന്നുമില്ല. ഈ സ്ഥലത്തിന്റെ ആംബിയൻസിലാണ് ഇത്രയും നിൽക്കുന്നത്. ആ ഫോണും പിന്നെ കുറച്ച് കത്തിക്കട അത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നതിന്റെ പകുതി അല്ലെങ്കിൽ 1/10 പോലും ഇല്ല. ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം. അപ്പൊ ഫുൾ ഇന്ത്യ ആലോചിച്ച് നോക്ക്. വിഷ്വലി ഓർഗനൈസിങ്ങും കുട്ടികൾക്ക് ഫണ്ടും എല്ലാം കൂടെ ആക്കി ഒന്നും ഉണ്ടാവില്ല. ഇത് ഏത് ഇയറിലാണ് ഓരോന്ന് ഡെവലപ്പായി വരുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. 47 ആകുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ 51 ആയപ്പോൾ ഇത്രയും 54, 56 തിരിയുന്നുണ്ട്. അത് കൊള്ളാം. എത്ര വർഷത്തിലെ ഡെവലപ്പായി വന്നേന്ന്. 82 ആയി, 87 ആയി, 90s ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞു. 2000 ഇല്ല, അത്രയില്ല, ഇനി വരുന്നേ ഉള്ളൂ 2000s. പിന്നെ അതെ ഇവിടെ ഖത്തർ മ്യൂസിയമിൽ ഇതുപോലെ ഔട്ടർ ഏരിയ ഒക്കെ ഉണ്ട്. ഇതുപോലെ പഴയ ബിൽഡിങ്സ്, സൂക്സ്, അതിനൊക്കെ ഒരു റീമോഡലിംഗ് പോലെ. പക്ഷേ സൂക്ക് വാക്കിഫിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിയൽ ഹിസ്റ്ററി കാണാം. പിന്നെ ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെ പറയാനുണ്ടല്ലോ. അവരെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു വേൾഡ് ക്വാളിറ്റിയിലാണ് ഖത്തർ മ്യൂസിയം ചെയ്തു വെച്ചിരിക്കുന്നത്. അകത്ത് അവരുള്ളത് വെച്ച് അവരുടെ ഹിസ്റ്ററി മാക്സിമം ഗ്ലോറിഫൈ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിച്ച് ഹിസ്റ്ററിയുള്ള രാജ്യങ്ങളിൽ പോയി കണ്ടതും പ്ലസ് നമ്മുടെ രാജ്യം കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദേ ഹാവ് വെരി ലെസ് ടു ഓഫർ. പക്ഷെ ആ ഒരു എഫേർട്ടിന് എന്തായാലും നമ്മളൊരു 5 സ്റ്റാർ തന്നെ കൊടുക്കണം. എനിക്കൊന്ന് കാണണം. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിൽഡ് മ്യൂസിയം ആയിരിക്കും ഇത്. എനിക്കറിയാം റോയ് ചേട്ടനോടെ പോയപ്പോ ഇതായിരിക്കും വാങ്ങുന്നതെന്ന്. ഒരു ഡോണറ്റ് വാങ്ങാൻ പോയ ആള് എന്തൊക്കെ വാങ്ങി? പറ. ഇതാണ് ഇനി മേലെ റോയ് ചേട്ടനോട് വിടരുത് കേട്ടോ പ്രിയ. 2 ഡോണറ്റ് വാങ്ങാൻ പോയ ആള്. അതെ ഗൈസ്, അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഫേമസ് മന്തി ജഫ്രിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്നോട് ദോഹയിൽ പുള്ളി വന്നപ്പോൾ തൊട്ട് പറയാം അഫ്ഗാൻ ബ്രദേഴ്സ് അഫ്ഗാൻ ഹൗസിൽ പോയി മന്തി കഴിക്കണം എന്ന്, മട്ടൻ മന്തി. സോ ഹോപ്പ്ഫുള്ളി അത് കിട്ടും. അത് വെച്ച് തന്നെ പ്രിയയുടെ പ്രിയയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ മീൽസ് തുടങ്ങാം. ഇനി കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈവനിങ്. അഫ്ഗാൻ ഹൗസ് അൽ മന്തി റെസ്റ്റോറൻറ്റ്. ഇതെങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കട്ടെ. ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് വരുന്നത്. കൊള്ളാം കേട്ടോ, ആംബിയൻസ് ഒക്കെ കൊള്ളാം. പ്രിയയുടെ തുടക്കം തന്നെ ഫുഡ് നല്ലൊരു സ്ഥലത്ത് നല്ലതാണെങ്കിൽ ജഫ്രിന് കോംപ്ലിമെന്റ് കേട്ടോ. ഇത് പ്ലേറ്റിലാട്ടോ ഇതിലിട്ടാ കഴിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാ. അതെ, നമ്മൾ മറ്റേ ഷ്രിമ്പൊക്കെ കഴിക്കാറില്ലേ തായ്ലൻഡില്? ഇതിലേക്ക് അങ്ങോട്ട് ഇടും. എന്താണെങ്കിലും കഴിക്കാമല്ലോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കിക്കോ. ചേച്ചിനോട് ചോദിക്കും. ഇങ്ങനെ തന്നെയാ. നമ്മള് മന്തി ഓർഡർ ചെയ്യുന്ന മുമ്പ് അവര് മട്ടൻ സൂപ്പും അതിന്റെ ഒരു സാലഡ് ഒക്കെ കോംപ്ലിമെന്ററി തരുവേ. ലെറ്റ്യൂസ്. ഇവിടെ മുട്ടയില്ല മന്തിയുടെ കൂടെ, ബിരിയാണിയുടെ കൂടെ. സൂപ്പ് കുടിക്കും ഊതി ഊതി. പ്രിയ മട്ടൻ മന്തി നോക്കൂ. ഇവിടുത്തെ ഒരു പോർഷൻ മട്ടൻ മന്തിയിലെ പീസസ് നോക്ക്. അത് ഭയങ്കര ഒരു ഓർമ്മയായി പോയി. ഓ നോക്കട്ടെ. അതെ, ഏത് ജഫ്രിന്റെ ആയിരിക്കും അവിടെ കൊതി ഇട്ടിട്ടുണ്ടല്ലോ. TV കൂടെ കേറി ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നാല്. റോയ് ചേട്ടാ മിക്കവാറും ജഫ്രി ഇങ്ങോട്ട് ഒരു ട്രിപ്പ് അടിക്കും കേട്ടാ. ഇവിടുന്നല്ലേ? ഭയങ്കര ഫാനായി പോയി. ജഫ്രി ഫസ്റ്റ് ടൈം ആണ് മന്തിയും കഴിക്കുന്നത് മട്ടനും കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാ. അന്ന് തുടങ്ങിയതാ. ഇത് മട്ടൻ നോക്ക്. തൊടുമ്പോ തന്നെ ഒരു സ്പൈസും ഇല്ല കേട്ടോ, ഒന്നുമില്ല. ജസ്റ്റ് ഗുഡ് ഹൈ ക്വാളിറ്റി മട്ടൻ, സം റൈസ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ റിയൽ മന്തി ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ നാട്ടിൽ വന്ന് കഴിക്കാൻ പറ്റില്ല. മസാല ഇട്ട് മസാല പാടില്ല, മസാല മയോണീസ് ഒന്നും പാടില്ല. മയോണീസ് നല്ല ടേസ്റ്റ് അല്ലേ? അതൊക്കെ ആർട്ടിഫിഷ്യൽ. ശരിക്കുള്ള മന്തിക്ക് ഇതിന്റെ റൈസും മീറ്റും മാത്രം മതി. വേറെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അഡൾട്രേറ്റഡ് ആയിപ്പോകും.
ഇതാണ് റിയൽ സംഭവം. അപ്പൊ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളിവിടെ നല്ലൊരു ഫോട്ടോ പോയിന്റ്സിലൊക്കെ പോവാണ്. ഇന്ന് നല്ല ഫോട്ടോസ് എന്തായാലും എടുക്കണമല്ലോ. പക്ഷെ എന്തോരം ഏരിയ ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പബ്ലിക്കിന് ഫ്രീ ആക്സസ് ആയിട്ട് കൊടുക്കുന്നതെന്ന് അറിയോ ഖത്തർ. ഇതൊക്കെ വേൾഡ് കപ്പ് ബേസ്ഡ് ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയ ആണ്. എല്ലാം കണ്ടെയ്നേഴ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും അതുപോലെ തന്നെ ഫോട്ടോ പോയിന്റ്. നല്ല രസമുണ്ട്, ഒരു വെസ്റ്റേൺ ഫീലിംഗ്, യൂറോപ്യൻ ഒരു അമേരിക്കയിലൊക്കെ പോയ ഫീലിംഗ്. ഈ ഏരിയ ഒക്കെ നോക്ക്, എന്ത് രസമല്ലേ, പോർച്ചുഗൽ പോലെ തോന്നുന്നു എനിക്ക്. Just see how beautiful Qatar is, അല്ലേ? ഒരു പക്ക യൂറോപ്യൻ ഫീൽ. ഈവൻ ദ സ്ട്രീറ്റ് ലാംപ്സ്, ദ വാക്ക്, the river, water front areas, ആൾക്കാർക്ക് ഇരിക്കാൻ, everything is so free, so clean, so beautiful. ഈ ക്രൂസ് ഷിപ്പ് കിടക്കുന്നു. അത് ഏതാണെന്ന് അറിയില്ല, റിസോർട്ട് വേൾഡ് ജെന്റിങ് ആണെന്നാണ് തോന്നുന്നത്. അത് മലേഷ്യൻ സംഭവമാണല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളി സെറ്റപ്പ്. വാക്കിംഗ് ട്രാക്ക്, ജോഗിങ് ട്രാക്ക്. എങ്ങനെയുണ്ട് ദോഹ? അതാ പറഞ്ഞത്, ബാക്കിലത്തെ ബിൽഡിങ്സ് കണ്ട പോർച്ചുഗലിന്റെ ഒരു ഫീലും. ക്ലീൻനെസ് യൂറോപ്പിനെ കാട്ടി ബെറ്ററോ. കൊറേ കിള്ളം ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് ഒക്കെ ഒന്ന് ഇതിന്റെ ഇടയിൽ ഇട്ട് തരാം. സോ ദാറ്റ് ഒരു ഇവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുമല്ലോ, എന്താ ഒരു നമ്മളെ എന്താ ഇവിടെ ചെയ്തെന്നുള്ളത്. സോ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകാവേ. അടിപൊളി. ലവിങ് ഖത്തർ ഡേ ബൈ ഡേ, മോർ മോർ മോർ. മെയിൻ തിങ്, ഐ ആം ജസ്റ്റ് ഷോക്ക്ഡ് വിത്ത് ദ കോസ്റ്റ്. ഇവിടുത്തെ ക്വാളിറ്റിക്ക് കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ റെൻ്റ് ഒന്നും എനിക്കറിയില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ കോസ്റ്റ് ഇസ് വെരി വെരി എന്താ പറയുക അഫോർഡബിൾ ഫോർ ദ ക്വാളിറ്റി. റോയ് ചേട്ടാ, താങ്ക് യു. നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ഇനി നാളെ കാണാം. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ദേ ഞങ്ങള് റൂമിലൊക്കെ വന്ന് ഒന്ന് ഫ്രഷായി. ഇനിയാണ് പ്രിയയുടെ മെയിൻ സർപ്രൈസ്. മറ്റേത് ഒരു സാധാരണ സർപ്രൈസ് അല്ലേ? എന്റെ അഭിപ്രായത്തില് വലിയ മതിയോ? എന്നാൽ ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഈ ഹോട്ടൽ തന്നെ എടുത്തതിന്റെ മെയിൻ കാരണം. ഭയങ്കര സംഭവം. അതും പറയാൻ പറ്റില്ല. നമുക്ക് പോകേണ്ടത് ഈ ഗേറ്റ് മോളിലാണ്. സോ നമ്മുടെ ലോബിയിൽ നിന്ന് ലിഫ്റ്റ് എടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത മോളായി. ഫുൾ സൗകര്യം. ഇതാണ് നമ്മുടെ പുൾമാൻ ഹോട്ടല്. നമ്മുടെ നല്ല ഹൈറ്റിൽ, അവിടെ 13th ഫ്ലോറിലാണ്. ആൻഡ് ഇതാണ് ഗേറ്റ് വേ മോള്. ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനമുണ്ട്. ഇത് വളരെ ചെറിയൊരു മോളാണ്, സിമ്പിൾ മോൾ. ആൾക്കാർ ആരുമില്ല. പക്ഷെ എന്തിനാ ഇവിടെ വന്നേ? അതൊന്നല്ല, ഒരു സർപ്രൈസില്ല. ഞാൻ എത്ര നാളെ പ്ലാൻ ചെയ്ത്, അതുകൊണ്ടാണ് ആക്ച്വലി ദോഹ സ്റ്റോപ്പ് ഓവർ തന്നെ എടുത്ത്. അറിയോ? കൊള്ളാമല്ലോ, ലീഗോന്റെ ഫെറാറി. ഇവിടെ ലീഗോന്റെ വലിയൊരു ഷോപ്പുണ്ട്. സന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ലീഗോന്റെ ഫെറാറി വെച്ചിരിക്കുന്നത്. ഉണ്ടാക്കോ ലീഗോ വെച്ചത്? അതെ, ഒരു കാര്യം ഞാൻ റിവീൽ ചെയ്യാൻ പോയി. ഇവിടെ മിക്കവാറും ഈ കമ്മൽ എന്നെ ഇവിടെ കഴുത്ത് കുത്തി ഞാൻ ചാവും. സ്വന്തം കമ്മൽ വെച്ച് കുത്തി ചത്ത പ്രിയ മോഹൻ. ബർത്ത്ഡേയുടെ. അതെ അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പാരീസിൽ പോയ ഓർമ്മയുണ്ടോ നമ്മള്? തുരുമ്പ് പിടിച്ച ചവറിന്റെ മുമ്പിൽ വെച്ച് നമ്മള് ഫോട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനും ലിബിനും കൂടെ കറങ്ങാൻ പോയ ഓർമ്മയുണ്ടോ? ഒറ്റയ്ക്ക് ആദ്യത്തെ ദിവസം നല്ല ഓർമ്മയുണ്ട്. എന്താ അതിൽ എന്താ ഇത്ര ഓർമ്മയാവാൻ കാര്യം? എന്നെ കൂടാതെ ഇവര് രണ്ടുപേരും കൂടെ ഫസ്റ്റ് ഡേ ആദ്യം പാരീസിൽ എൻ്റർ ചെയ്തപ്പോ ചെയ്തത്, പാരീസില് ആഞ്ചലീനയില് പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് എന്നെ വിളിച്ച് ഫോട്ടോവും വീഡിയോയും കാണിച്ചു. ഞാൻ പോയില്ലായിരുന്നു. അപ്പൊ ലെഫ്റ്റിലേക്ക് ഒന്ന് നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ആഞ്ചലീന ജോളിയെ കാണുന്ന പോലെ ഇപ്പൊ ഞാൻ. അല്ലേ? അതെ.
പിന്നെ ആഞ്ചലീന പാരീസിന്റെ ബ്രാഞ്ച് ഗേറ്റ് വേ മോളിലുണ്ട്. 1903 കണ്ടുപിടിച്ചാണ്. സോ ഇവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് ഞാൻ വാങ്ങി തരുന്നതായിരിക്കും. അതെ, എവിടെയാണെങ്കിലും വരാം. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ തൊട്ടടുത്തല്ലേ, എന്തായാലും വരും എന്ന് ഉറപ്പല്ലേ. അപ്പൊ ഇനി മേലെ പറയരുത്. ഇത് ഞാനും ലിബിനും കേൾക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി കംപ്ലൈന്റ്. ഞാൻ പറയില്ല ഇനി നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. എന്നാപ്പോ അതെ, ഇവിടുത്തെ ആഞ്ചലീനയുടെ ഇന്റീരിയേഴ്സ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പാരീസിന്റെ ഒക്കെ ഫീല് തന്നെയാണ്. ഇത് ശരിക്കും മെയിൻ പാരീസ് തന്നെയാ? മെയിൻ പാരീസ്. ഐ തിങ്ക് ദുബായിലുണ്ടെന്ന് എനിക്കറിയാം. ഖത്തറിലുണ്ടെന്ന് ഞാൻ കുറച്ച് നാൾ മുമ്പ് അറിഞ്ഞത്. കൊച്ചി വരും. ഒരു ഹോട്ട് ചോക്ലേറ്റിന് 1000 രൂപയുടെ മുകളിലാണ്. ഇവിടുത്തെ ആൾക്കാർ തന്നെ കുടിക്കുന്നില്ല, കാലിയാണ്. എന്താന്ന് അറിയില്ല. കുടിച്ചിട്ട് പറയാം. എന്തായാലും ആ ഒരു സ്റ്റാൻഡേർഡിൽ അവർ തുടങ്ങുള്ളൂ. സെയിം പ്രൈസും. പാരീസിൽ ഒരു ഗ്ലാസ്സിന് 1000 റുപ്പീസാ, ഇവിടെ ഒരു ഗ്ലാസ്സിന് 1000 റുപ്പീസാ. ആ, ഒരു ഗ്ലാസ്സിന്. ആ, ആഞ്ചലീനയല്ലേ. പക്ഷെ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 2 പോട്ടിലാണ് കൊണ്ടുവരുന്നത്. സോ 2 ഗ്ലാസ് സാധാരണ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ കുടിച്ചു പോകുന്നത് അല്ല, ഒരാൾക്ക് കുടിച്ചാൽ എക്സ്ട്രാ ഉണ്ടാവില്ലേ വേറെ ആൾക്ക് കുടിക്കാൻ? അതറിയില്ല. ഇപ്പൊ 2 പോട്ട് എടുത്തു, നമ്മൾ 3 പേരും കുടിക്കുമല്ലോ. അപ്പൊ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇത് ഭയങ്കര സർപ്രൈസ്. ഇതിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അതല്ല, എന്തായാലും ദോഹഴിയാ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കൺവീനിയന്റ് ആവുന്നത്. ആദ്യമേ അത് മാത്രമായിട്ടൊന്ന് കുടിക്കുക. വേണ്ട, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇടണ്ട. ഒന്ന് ഊതിയിട്ട് കുടിച്ചിട്ട് പറ, ആഞ്ചലീന ഞങ്ങൾ 1 വർഷം ഹൈപ്പ് കൊടുത്തത് വെറുതെ ആണോ അതോ സത്യമാണെന്ന്. വേൾഡിലെ ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് അവാർഡ് കിട്ടിയ സ്ഥലമാണ്. നോട്ട് ലിൻഡ് ഇതിന് 2022 തോന്നുന്നു. എന്തേ ഞാൻ കണ്ണടച്ചപ്പോ ഫ്ലൈറ്റ് പിടിച്ച് പാരീസ് ടവർ കണ്ട് അവിടെ പോയി കുടിച്ച ഫീലും കിട്ടി. ഓവറാക്കണ്ട. എങ്ങനെയുണ്ട്? ഖത്തറിലുള്ളവർ നേരെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണമെങ്കിൽ ആഞ്ചലീനയിലേക്ക് വരിക. ദുബായിലും കിട്ടും. ഞാൻ ദുബായിൽ കുറെ പേര് പോയി കുടിച്ചെങ്കിൽ ഫോട്ടോ എടുത്തു. ഖത്തറിൽ നിന്ന് ആരും അയച്ചിട്ടില്ല. സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ കുറച്ച് വിപ്പ് ക്രീം ഇട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ചോക്ലേറ്റ് താഴ്ത്തണമെങ്കിൽ അതാ വേണ്ട. ക്രോസോണ്ട്, ഇത് പാരീസിലെ ക്രോസോണ്ട് ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇത് നല്ല ക്രിസ്പി ഫ്ലേക്കി ബട്ടറി. ഇത് ജസ്റ്റ് അറ്റം പൊട്ടിച്ചിട്ട് അതിലൊന്ന് മുക്കി കഴിച്ചു നോക്ക്. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. അതൊന്നും കുഴപ്പമില്ല. ഡിപ്പ് ചെയ്യുക, കഴിച്ചു നോക്കുക. നിങ്ങളെയൊക്കെ കൊതിപ്പിച്ചിട്ട് ബട്ടറി ഫ്ലേക്കി ക്രോസോൺ വിത്ത് സം ഹോട്ട് ചോക്ലേറ്റ്. Best combination. അല്ലേ? Croissant with hot chocolate. First time I'm having. Best. അത് രണ്ടും ഈ ക്വാളിറ്റി ആയിരിക്കണം. ഇതാണ് 1 വർഷമായിട്ട് യു മിസ്ഡ്. അതെന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഞങ്ങള് വിളിച്ചപ്പോ വരുന്നില്ല എന്ന് വലിയ ആളെപ്പോലെ പറഞ്ഞോണ്ടല്ലേ? അറിയില്ലല്ലോ നിങ്ങൾ ഇവിടെ പോകുന്നത്. ഞങ്ങളുടെ പ്ലാനൊക്കെ അങ്ങനെയാ. എന്തായാലും പൊളിച്ചില്ലേ? അത് മതി. നല്ല ക്രോസാന്റ്, ഭയങ്കര നല്ല ക്രോസാന്റ്. ആഞ്ചലീനയുടെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നുണ്ട്. കുട്ടി കപ്പ് തന്നു വേദുവിന്. ഓ ദേ മീശ വന്നു. പല്ല് കാണിച്ചേ. യമ്മി. ആ വലിയ ചൂടൊന്നുമില്ല, ആറിട്ട് കുടിക്കാം. വടിച്ചെടുക്കുന്നു. ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി 1 ഗ്ലാസ് അല്ല കേട്ടോ, 1.5 ഗ്ലാസോളം ഉണ്ട്. എന്നിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്ക് എത്ര അടിപൊളിയാണ്. ലെന്ത് കുറച്ച് മധുരം കൂടുതല. ഇത് അതല്ല, പ്രോപ്പർ ഡാർക്ക് ചോക്ലേറ്റ് കൊക്കോ. അത്രയും ഇന്റൻസ് ചോക്ലേറ്റ് ഹിറ്റും കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ നല്ല പെർഫെക്റ്റ് ഡ്രിങ്കിങ് കൺസിസ്റ്റൻസി. പാലും അല്ല, ആ സമയത്ത് ഭയങ്കര തിക്കും അല്ല. അടിപൊളി.
ഇനി അടുത്ത സ്പെഷ്യൽ ഡിന്നർ. അത് സർപ്രൈസ് ഒന്നുമല്ല കേട്ടോ. എന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. എന്ത് രസമാണ് നോക്ക്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് ഡിന്നർ വേണ്ടി സ്ഥലം ഉണ്ടാക്കണ്ടേ. വെരി കളർഫുൾ, വെരി സേഫ്, ഹ്യൂജ് ഫുട്പാത്ത്സ്, വെരി ക്ലീൻ, നല്ല വെതർ. ഈ ടൈമില് അടിപൊളിയല്ലേ ദോഹ? ആ നല്ല രസമുണ്ട്. ഓരോ ഷേപ്പ്, ഓരോ ബിൽഡിംഗ് ഓരോ ഷേപ്പ്. ഇത് നോക്കി, ഇത് വേറെ ഷേപ്പ്. അത് മറ്റേ ഒരു ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പോലെ ഗോൾഡൻ കളർ. എല്ലാം അടിപൊളി. ഞങ്ങള് ജസ്റ്റ് സിറ്റി സെന്റർ മോളിൽ വരെ ഒന്ന് വന്നതാണ്. ഇത് നോക്ക്, ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം മറ്റേ ടക്കാഷീസ് കാസിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഒരു ഷോ, നിക്ലോഡിയനിലാന്ന് തോന്നുന്നു. അതുപോലെ ഒരു ഫുൾ ഇൻഫ്ലേറ്റബിൾ ബൗൺസിങ് ഒരു പ്ലേ ഏരിയ. ഫുൾ പിള്ളേരും പോകുന്നുണ്ടോ? അപ്പയ്ക്കൊന്നും വരാൻ പറ്റില്ല. വേദു ഇവിടെ ഇവിടെ ഓക്കോ. ഓവർ ആക്ടിങ് തുടങ്ങും. ഡെഡായി. അങ്ങനെ ബർത്ത്ഡേ അവസാനിക്കാൻ പോവാണ്. എന്താ അതെ നല്ല എന്നിട്ടാണ് ഞാൻ കുത്തുവെള്ളം എടുക്കാൻ. അതെ, ഇവിടെ കഴിക്കണോ അതോ വെളിയിൽ ഞാൻ റെസ്റ്റോറൻറ്റിലെല്ലാം ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാൻ ശരിക്കും ടെറസിലൊക്കെ പോയി ഇരുന്ന് കഴിക്കാനായിരുന്നു പ്ലാൻ. റൂഫ് ടോപ്പ് ഡൈനിങ് ഒക്കെ പോവാം. പോണം, ഒരു 20 മിനിറ്റ്സ് പോവാനും പിന്നെ അവിടെ ഇരുന്ന്. അല്ലെങ്കിൽ ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട്. മതിയോ? എന്തായാലും ആന്റലീനെ കിട്ടി. സത്യമായിട്ട് എനിക്കുമില്ല. അപ്പൊ ഒന്നും വേണ്ടല്ലോ എന്നാ. ആക്ച്വലി ഞങ്ങളുടെ കുവൈറ്റിലൊക്കെ ഉള്ള നോസ്റ്റാൾജി ഉള്ളതാണ്. എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. വളരെ എനിക്കൊന്നും അവിടെ ഉള്ള 10-12 വർഷത്തിൽ ഒരു 1-2 അവിടെ പോയിട്ടുള്ളൂ. അത്രയും ഞങ്ങൾക്ക് അന്ന് എക്സ്പെൻസീവ് ആയിരുന്നു. ഇത് നമ്മുടെ സ്റ്റേക്ക്, കുറച്ച് നല്ല ഒരു ഡൈനർ ആംബിയൻസ് ആണ്. ആ ഒരു കൈൻഡ് ഓഫ് ഫുഡാണ്. സ്റ്റേക്ക് ഒക്കെ നന്നായി കിട്ടും. മതിയോ? എന്നാ അപ്പൊ ബർത്ത്ഡേ ഡിന്നർ ആപ്പിൾ പീസിൽ ഓർക്കാം. ഞാൻ എന്നും ഓർത്തിരിക്കും, കാരണം എന്റെ ഒരു നോസ്റ്റാൾജിയ സ്ഥലമാണ്. എനിക്ക് ആപ്പിൾ പീസ് ഇപ്പൊ കാണുമ്പോൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ കഴിക്കാൻ വയ്യ. ആ ഉച്ചത്തെ മന്തിയും ആ ഹോട്ട് ചോക്ലേറ്റും എന്താ പഴയതുപോലത്തെ കപ്പാസിറ്റി ഇല്ല. പിന്നെ ഡയറ്റും കൂടെ ആയതുകൊണ്ട് കുറേ നാളെ അധികം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്ട്രോബെറി ലെമണേഡിൻ്റെ ഒരു ഫുൾ പിക്ചർ പറഞ്ഞു. ഡ്രിങ്ക് കുറച്ച് കൂടുതൽ കുടിക്കാൻ കുഴപ്പമില്ല. പിന്നെ വേദുവിന് ഇവരൊരു ഫുൾ ഫ്ലാറ്റ് ബെഡ് പിസ്സയുണ്ട്, അത് പറഞ്ഞു. ആൻഡ് റിബ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. ഞാൻ സ്റ്റേക്ക് 2 പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കഴിക്കാം. ആൻഡ് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ആവറേജ് ഒരു ഡിഷിന് ഒരു 800. പക്ഷെ ഒരു 800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല പോർഷൻ കാണും കേട്ടോ. ഇതാണ് ഖത്തറിൻ്റെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഭയങ്കര ക്വാണ്ടിറ്റി ആണ്. സോ നമ്മളൊരു 750 രൂപയ്ക്കൊന്നും ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ജ്യൂസ് സാധാരണ നാട്ടിൽ തന്നെ ഒരു 300 രൂപയ്ക്ക് വരും ഒരു മോക്ടെയിലിനൊക്കെ. ഇത് ഒരു പിക്ചറിനാണ് ഈ 800 റുപ്പീസ്. സ്ട്രോബെറിയുടെ ഫ്രഷ് സ്ട്രോബെറിയും ലെമണേഡും സ്ട്രോബെറി പ്യൂരയാണ്. പ്രിയ കാണുമ്പോൾ തന്നെ മതിയാവും. ഞാൻ ഒരു ചെറിയ ഡ്രിങ്ക് ഓർഡർ ചെയ്തതാ. കുടിച്ചു തീർത്താ? അതാ പറഞ്ഞേ, കുടിച്ചു തീർത്തോളെ. ഇതാണ് ഞാൻ പറഞ്ഞ ദോഹയിലെ പ്രശ്നം. ഇതാ അത് മഗ്, ഇത് ബക്കറ്റ്. ടേസ്റ്റ് ഉണ്ട് കേട്ടാ, അല്ലേ? എല്ലാത്തിനും ടേസ്റ്റ്. ഇതിന് നല്ല ടേസ്റ്റ്. ബ്രെഡിന് ഭയങ്കര യമ്മി കേട്ടാ. ഈ സ്റ്റേക്ക് വരുമ്പോ നല്ല ക്വാണ്ടിറ്റി. ഞാൻ 2 പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി സ്റ്റേക്ക് ഫ്രൈസ് ആണ്. സോ ഇത് ഐ തിങ്ക് ഇറ്റ്സ് മാഷ്ഡ് ഗാർലിക് പൊട്ടാറ്റോ, സ്റ്റേക്ക്, കുറച്ച് ട്രഫിൾ സോസ്. ലുക്സ് വെരി ഡെലിഷ്യസ്. കുറേ വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റേക്കിൻ്റെ അത്രയും ഫില്ലിംഗ് അല്ല. അറൌണ്ട് 200 grams മീറ്റ് ഉണ്ട്. ബട്ട് ഇറ്റ് ലുക്കിംഗ് സോ ഗുഡ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ആദ്യമേ ഇതിൻ്റെ മീറ്റും സോസും മാത്രമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ചില്ലി ബീഫ് പോലെയൊക്കെ ഇരിക്കുന്നത്. ശരിക്കും നമ്മുടെ ചില്ലി ബീഫിൻ്റെ ഫ്ലേവർ, പക്ഷെ നമ്മുടെ ചില്ലി ബീഫിൽ കുറച്ച് ഫ്രൈഡ് ആയിരിക്കുമല്ലോ. ഇത് നമ്മളൊരു സ്റ്റേക്ക് വെച്ചുണ്ടാക്കിയ ചില്ലി ബീഫ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ കുറച്ച് മാഷ് പൊട്ടേറ്റോസും കൂടെ. ഓ യമ്മി പൊട്ടേറ്റോ, സോ ഗുഡ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി മോളാ കേട്ടാ. എന്ത് വലിയ പ്ലേ ഏരിയ. അടിയിലത്തെ ഇൻഫ്ലേറ്റബിൾ വേറെ, അതല്ലാതെ ഇത് മൊത്തം ബിആറിൻ്റെ ഏരിയ ആണ്.
ജെഫ്രിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഇറങ്ങി കൊണ്ടുപോകാൻ പാടാണ്. പിന്നെ കോഴിക്കോട് മറ്റേ അപ്സൈഡ് ഡൗൺ ആയി കിടന്ന പോലെ ചിലപ്പോൾ ഇവിടെ കിടക്കേണ്ടി വരും. ഇത് വേദു സോംബിയുടെ VR ആണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഡിന്നറിന് പോകണം. എന്നാലും എല്ലാവരും എൻജോയ് ചെയ്തു. ബാക്കിൽ എന്തൊക്കെയാ കാണിക്കുന്നത് നോക്ക്. അവന്റെ വിചാരം വേറെ ഏതോ ലോകത്താണ് കേട്ടാ. ആ ബെൽറ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ തലേ കുത്തി വീടാനാ. പ്രിയയുടെ വേണ്ടിയാണെങ്കിലും വേദും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കാം. ഇത് ഹോട്ടലിന്റെ വകയല്ല, നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ കാണാൻ പറ്റാത്തതുകൊണ്ട് പ്രിയ ചേച്ചിക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടി തന്നതാണ്. എടുത്തോ, വാങ്ങിക്കോ. താങ്ക് യു. താങ്ക് യു. രശ്മി എന്ന് പറഞ്ഞ കുട്ടിയാ. അപ്പൊ പറ്റുമെങ്കിൽ നാളെ മീറ്റ് ചെയ്യണം. ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ? എനിക്കൊന്ന് രശ്മി ഒന്ന് ഇത് കൊടുത്തപ്പോ ഈ ഹോട്ടലുകാർക്ക് മനസ്സിലായി കാണും ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇവര് ഇത് സമ്മതിക്കില്ലല്ലോ നമ്മളെ. പ്രിയയുടെ ഇതിനെ കാട്ടി ഗ്രാൻഡ് ബർത്ത്ഡേ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. HBD ഹാപ്പി ബർത്ത്ഡേ. ഓ അടിപൊളിയല്ലേ? പിന്നെ ഷോ എന്ത് വേണം? ആ കേക്ക് ആക്കി 3 ടയർ കേക്ക്. അപ്പൊ പ്രിയ ഇതിനപ്പുറം തറയിൽ കിടക്കാം. അപ്പൊ ഇതിന്റെ അപ്പുറം ഒന്നുമില്ല. വൺസ് അഗൈൻ മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ ആൻഡ് എ ബിഗ് താങ്ക് യു ടു ഓൾ ദ. അതിപ്പോ അതിനകത്ത് ടോയ് ഇട്ടാണ്. അത് മാത്രല്ല ഒരുപാട് വിഷസ് വന്നു. ആ വിഷസ് എല്ലാവർക്കും താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ ഇതില്? അതെന്താ എഴുതിയിരിക്കുന്നത്? ഫ്ലവേഴ്സ് ഉണ്ട്, കപ്പ് കേക്ക്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ടോയ് ഉണ്ട്, ലുലു മോൾ ഉണ്ട്. അതൊന്നും എഴുതിയിട്ടില്ല. വലിയ ഹാപ്പി ബർത്ത്ഡേ ഡിയർ പ്രിയ. വലിയ മിറർ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഓൾവേസ് ഗോയിങ് ടു ബി എ മെമ്മറബിൾ ബർത്ത്ഡേ. എന്തായാലും നമുക്ക് നാളെ തൊട്ട് ബാക്കിയുള്ള അടിപൊളി വ്ളോഗ്സ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.